ആലത്തൂർ ദേശീയപാതയിലെ വാനൂരിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വി.കെ. ശ്രീകണ്ഠൻ എം.പിക്ക് നിവേദനം നൽകി. ആലത്തൂരിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ജനകീയ സമിതി നേതാക്കൾ എം.പിക്ക് നിവേദനം നൽകിയത്. സ്ഥലത്ത് റോഡ് കുത്തിപ്പൊളിച്ചിട്ടത് കാരണം പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് ആലത്തൂർ ടൗണിലേക്കും മറ്റും പോകാൻ പ്രയാസപ്പെടുകയാണ്. ഇവിടെ സമരവും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കെ. രാധാകൃഷ്ണൻ എം.പിക്കും നിരവധി പേർ ഒപ്പിട്ട നിവേദനം നൽകിയിരുന്നു. ആലത്തൂർ വാനൂരിൽ വിശ്വകർമ്മജ സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് വി.കെ. ശ്രീകണ്ഠന് നാട്ടുകാർ നിവേദനം നൽകിയത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുമെന്ന് ജനകീയ സമിതി നേതാക്കൾ പറഞ്ഞു. 1976-77 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഹൈവേ വരികയും അന്ന് തുടങ്ങിയ ആക്സിഡൻ്റാണ്. പിണ്ടിമൊക്കെ ആക്സിഡൻറ്റ് കിട്ടണം. അതുപോലെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ കേരളപ്പറമ്പ് 2-3 വാർഡിലെ പ്രദേശത്തിലെ 10,000-15,000 ആൾക്കാർ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് 4 വരിയായപ്പോഴും ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല. 4-5 വാർഡുകളുണ്ട് ഇവിടെ. ഈ 4-5 വാർഡുകളിൽ കൂടി ആയിരക്കണക്കിന് 1500 കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയ. ഇതിനകത്ത് നിർബന്ധമായിട്ടും ശക്തമായിട്ടും നമ്മൾക്ക് ഈ പറഞ്ഞ നിവേദനം എം.പിൻ്റെ കൊടുത്തിട്ട് നിർബന്ധം പരിഗണിക്കണം. ഇല്ലെങ്കിൽ നാളെ മേലേക്കുന്ന ജനങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്ന് നമ്മൾ സമരം ചെയ്യും. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി അതിൽ നിന്ന് എന്ത് തന്നെ ശക്തമായ നടപടിയെടുക്കണമെന്ന്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് ശ്രീകണ്ഠൻ എം.പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ക്രിയാത്മകമായി പാർലമെൻറ്റിലും അതേപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയിലും ഇടപെട്ട് വേണ്ടത് ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അപകടം സംഭവിച്ച ഒരു മേഖല കൂടിയാണ് ഇത്. ഇവിടെ തടുത്തു കഴിഞ്ഞാൽ, നടപ്പാത ഇല്ലാതൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അപ്പുറം അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഇപ്പുറം ഈ ബസ് ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല. NH കൂടെ വണ്ടിയില്ല. അത് വളരെയേറെ ബുദ്ധിമുട്ട്. രോഗികളെ കൊണ്ടുപോകാനായാലും ശരി, ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനായാലും ശരി, ഈ അടിപ്പാത ഇല്ലാതെ നീങ്ങാൻ സാധിക്കില്ല. UTV ന്യൂസ്, പാലക്കാട്.